എന്തോ റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ, രാജേന്ദ്രൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ കുറച്ച്? ഡോക്ടർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിൽ എന്താ? ഡോക്ടർ സ്റ്റഡി ചെയ്യായിരുന്നു, ഇങ്ങോട്ട് വരും. ഇംപ്രൂവ്മെന്റ് ഇല്ല, അതല്ലേ കാര്യം. ഒരു ഇഞ്ചക്ഷൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ചിലപ്പോൾ ബോംബെ കിട്ടും, ഇല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് വരുത്തണം. അതാണ് അത്ര ലേറ്റസ്റ്റ്. നോക്കട്ടെ, പ്രിസ്ക്രിപ്ഷൻ നോക്കട്ടെ. എർവിനീസ് ബോംബെക്ക് വിളിച്ചോ? എൻ്റെ ഒരു ഫ്രണ്ടിന് ഫാക്സ് അയക്കാം. 14 ഇഞ്ചക്ഷൻ 27,000 ഉറുപ്പിക. ഉറുപ്പികയുടെ കണക്ക് നോക്കിയിട്ടാണോ ചികിത്സ? ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. ഡോക്ടർ റഹീമാണ് സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് എക്സ്പെർട്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്കറിയാം, പക്ഷേ ഇതൊന്നും വേണ്ട. കടബാധ്യതകളുടെ പ്രേതങ്ങൾ കൂടി പിന്നെ അലഞ്ഞു നടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ കണക്ക് പറഞ്ഞ് കടം പിരിക്കാൻ നടക്കുമെന്നാണോ ഇവേട്ടം വിചാരിക്കുന്നത്? രാജേന്ദ്ര, അതല്ല. ആവശ്യമില്ലാതെ വെറുതെ ചെലവാക്കേണ്ട കാര്യമില്ല. ഡോക്ടർ വെറുതെ പറയില്ലല്ലോ, നമ്മൾ ട്രൈ ചെയ്യണം. അടുത്ത മുറിയിൽ കിടന്ന കുട്ടിക്ക് ഇത് ട്രൈ ചെയ്താണ്. പണം ഉണ്ടാക്കാൻ അവർ ഓടി നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മരുന്ന് വന്നപ്പോ സിവിയർ റിയാക്ഷൻ. ഉപയോഗിക്കേണ്ടി വന്നില്ല. വേസ്റ്റ്. ഇവേട്ട പ്ലീസ്, ചിലവ് വിചാരിച്ചിട്ട് നമ്മൾ പണം ഒരു പ്രോബ്ലം അല്ല. പ്രോബ്ലം മാറേണ്ട. എന്റെ ഈ ശരീരത്തിൽ ഇനി ഒരു എക്സ്പെരിമെന്റ് നടത്തണ്ട. അതന്നെ. സ്വൈര്യമായിട്ട് എന്നെ ഒന്ന് മരിക്കാൻ സമ്മതിക്കോ? There ends the matter. വിശേഷിച്ചൊന്നുമില്ല സാർ. വേഗം സുഖാവട്ടെ എന്നുള്ള കമ്പിയും കത്തുകളും തന്നെയാണെല്ലാം. ബാബു, എന്റെ രോഗം വാർത്തയാക്കിയത് ആരുടെ കൈക്രിയയാണ്? നമ്പ്യാർ സാറ് തന്നെ. വേണ്ടാന്ന് ഞങ്ങൾ റിപ്പോർട്ടിങ്ങിലുള്ളവർ പറഞ്ഞു. ചേച്ചി, എനിക്ക് 2 മണിക്കാണ് ഡ്യൂട്ടി. ചേച്ചി വീട്ടിൽ പോയി വന്നോളൂ, ഞാനിരിക്കാം. മല്ലേ ഞാൻ വിടാം. ഏട്ടാ, ഞാൻ ഈവനിങ്ങിൽ വരാം. തന്റെ ബിസിനസ് ഒരു വൺമാൻ ഷോ. താൻ ഇവിടെ കെട്ടിത്തെരിഞ്ഞ് നിൽക്കുന്ന കാര്യമില്ല. നോ പ്രോബ്ലം. അതൊക്കെ ഞാൻ ഇല്ലെങ്കിലും നടക്കും. പോകാം. ഈ രാജേന്ദ്രനുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായത് ഭാഗ്യം. ശർമ്മക്കാരുടെ അന്വേഷണക്കാരുടെയും ബഹളായിരുന്നു തുടക്കത്തില്. ഇപ്പോ രാജേന്ദ്രൻ നീ മാത്രണ്ട്. നീണ്ടു പോകുമ്പോ എല്ലാവർക്കും മടുക്കും. വേഗം തീർന്നു കിട്ടണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാനും തുടങ്ങും ആരായാലും. പക്ഷെ സാർ, സുഖാവാൻ വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അതിനൊക്കെ ഒരു ഫലം ഉണ്ടാവുമെന്ന എന്റെ വിശ്വാസം. രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർക്കും അറിയാം. നിങ്ങളെയൊക്കെ ഇനി ഞാൻ എത്ര കഷ്ടപ്പെടുത്തുന്നു അമ്മേ. വിവരത്തിന് ഞാൻ ഡാഡിക്ക് ഒരു കത്തയച്ചിരുന്നു. മറുപടി ഇതാ, മമ്മിയുടെയാണ്. ഡാഡിയുടെ തിരക്ക്, ജർമ്മനിയിൽ ഒരു അസൈൻമെന്റ് കിട്ടിയ കാര്യം, അതിന്റെ മഹത്വം, പിന്നൊരു ഷേക്സ്പിയർ കൊട്ടേഷനും. എല്ലാം സഹിക്കാനുള്ള ധൈര്യം ഉണ്ടാവണമെന്നൊരു ഉപദേശമുണ്ട്. അവസാനം കത്തയച്ചത് വിട്ടിത്തം. ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കല്ലേ? അറിയിക്കാതിരുന്നാൽ പിന്നെ അതൊരു കുറ്റമായെങ്കിലോ? കത്ത് വായിച്ചദ്ദേഹം ആഘോഷിച്ചിട്ടുണ്ടാവും. കോക്ടെയിൽ സെസിലെ ഫ്രണ്ട്സിനോട് പറയും, എന്റെ വാക്ക് ധിക്കരിച്ച മകൾക്ക് വന്ന ഗതികേട് കണ്ടോ? അങ്ങനെ പറയില്ല എന്ന് തോന്നുന്നുണ്ടോ? ആളെ ഞാൻ ശരിക്കും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പഴയ രവിയേട്ടനല്ല, ഇപ്പോൾ റെസ്പോൺസിബിൾ ജോലിയുണ്ട്, വെൽ സെറ്റിൽഡ് എന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ ചെന്ന് എന്നോട് കക്ഷി പെരുമാറിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ടേക്ക് ഇറ്റ് ഈസി. ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിൽ വരാം. ഓഫീസിലെത്തി ഞാൻ വണ്ടി തിരിച്ചയക്കാം. വേണ്ട, ഞാൻ പൊയ്ക്കൊള്ളാം. പ്രിൻസിപ്പളിന്റെ അടുത്ത് ലീവിന്റെ കാര്യം ഫാദർ അലക്സിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് നോക്കട്ടെ. മെഡിസിന്റെ കാര്യം എന്താ ചെയ്യണ്ടേ? വരുത്തണം. നമുക്കാവുന്നതിന്റെ പരമാവധി ചെയ്തു എന്ന് സമാധാനിക്കണമെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് ഡോക്ടർക്ക് തന്നെ ഉറപ്പില്ല. ലെറ്റ് us face it. ധൈര്യമായിട്ടിരിക്കൂ. അല്ലാതെ എന്ത് പറയാൻ? ബിഷപ്പ് എങ്ങനെയുണ്ട്? ഇന്നലെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അല്ലേ? ഉറക്കം എന്നും കഷ്ടിയാണ്. പകലിടയ്ക്ക് മയങ്ങും. ഡോക്ടർ 1 മിനിറ്റ്. എനിക്ക് ഡോക്ടറോട് അല്പം സംസാരിക്കണം. ഒറ്റയ്ക്ക് സംസാരിക്കണം. ജസ്റ്റ് the 2 of us. ഡോക്ടർ ഇരിക്കെ. എത്ര മാസം ബാക്കിയുണ്ടെന്നറിയണം. അതോ ദിവസങ്ങൾ മാത്രമാണോ ഡോക്ടർ? മിസ്റ്റർ രവിശങ്കർ, ഇപ്പൊ അങ്ങനെയൊന്നും ആലോചിക്കരുത്. രോഗം എന്താണ്, രോഗത്തിന്റെ സീരിയസ്നെസ് എന്താണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് എന്നോട് സത്യം പറയാം. യു ആർ സപ്പോസ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. ഡോക്ടർ കണക്കൂട്ടലനുസരിച്ച് ഇനി ഞാൻ എത്ര കിടക്കും? അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആ ഇഞ്ചക്ഷൻ മരുന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ രാജേന്ദ്രനോട് പറഞ്ഞു. അധികം വേദന സഹിക്കാതെ അവസാനം ഒന്ന് ഈസിയാക്കുക. അതാണ് നിങ്ങൾ ഡോക്ടർമാർ ചെയ്യേണ്ടത്. എൻ്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്. വി ട്രൈ ടു ഡു അവർ ബെസ്റ്റ്. അതുകൊണ്ടായില്ല ഡോക്ടർ. രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ആളുകൾ പറയുന്നതൊക്കെ ചെയ്യും. ഉള്ളതെല്ലാം വിൽക്കും, പണയം വയ്ക്കും. അവസാനം ശവവണ്ടി വിളിക്കാൻ ആസ്പത്രി മുറ്റത്ത് വീട്ടുകാർ പിരിവെടുക്കേണ്ടി വരുന്നു. ഞാൻ ഈ 3 മാസത്തിനിടയ്ക്ക് കണ്ടു. രവിശങ്കറിനെ പോലെ വിവരമുള്ള ഒരാളിങ്ങനെ പറയാൻ തുടങ്ങിയാൽ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ പറ്റില്ലല്ലോ. വാട്ട് ടു ഡു? ഡോക്ടർ മറുപടി പറഞ്ഞില്ലല്ലോ. എത്ര കാലം? മടിക്കണ്ട. മറുപടി എന്തായാലും ഐ എം പ്രിപ്പയർഡ് ടു ഹിയർ ദ വേസ്റ്റ്. ഒന്നും പറയാൻ വയ്യ. ഇറ്റ് വേരീസ്. 3 മാസം, 6 മാസം, 1 കൊല്ലം വരെ കിടന്ന കേസുകളുണ്ട്. ചെയ്തിടത്തോളം ചികിത്സ മതി ഡോക്ടർ. ഞാൻ നാട്ടിൽ പോകുന്നു. അവിടെ കിടക്കാം. ഫോർ എ ചേഞ്ച്. നാട്